എടി സാറാ ഇങ്ങ ഇങ്ങ് വാടി. പല തവണ ആളെ വിട്ടിട്ട് നീ മോളെ അയച്ചില്ല. നിന്റെ കള്ളച്ചാരായ വിൽപ്പനയ്ക്ക് തള്ളയും മോളെയും തൂക്കിക്കൊണ്ട് അറിയാഞ്ഞിട്ടല്ല, അടിച്ചതിന്റെ എല്ലാം ഓടിക്കും. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് മോളെ വിട്ടോ വിടോ. എവിടെ പോയിട്ട് വരുന്നെല്ലാരും കൂടെ? വെള്ളെടുക്കാൻ പോയിട്ട് വരാ പള്ളിക്കണത്തിന്ന്. ഇനി അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല, വറ്റി. ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുന്നില്ലേ സഖാവേ? നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരി, അതിനൊക്കെ വഴി ഉണ്ടാക്കാം. എങ്കി പുണ്യം കിട്ടും സഖാവേ. ശരി, സഖാവിനോട് പറഞ്ഞല്ലോ സമാധാനം. ഇപ്പൊ എനിക്കൊരാശ്വാസം. സഖാവേ, എന്താ സാർ ചേട്ടത്തി? ആ ഇൻസ്പെക്ടർ തങ്കച്ചൻ പലതവണ വന്നു ഉപദ്രവിക്കാൻ. എന്റെ മോളെ അയാൾക്ക് വേണമെന്ന്. എന്റെ കെട്ടിയും ചത്തേ പിന്നെ കഷ്ടപ്പെട്ട ഞാനും എന്റെ മോൾ ഇവിടെ കഴിയുന്നത്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ എന്റെ മോളെ കെട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാ കാലമാണ് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കൂടി അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനെ പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന്. മറ്റൊരാളോട് എനിക്ക് പറയാനില്ല. ഞങ്ങളെ രക്ഷിക്കണം സഖാവേ. സാറേ, എന്താടോ? സാറേ, ഞാൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? അത്ര പെട്ടെന്ന് മറന്നുപോയോ? നമ്മുടെ സാറച്ചേട്ടത്തിന്റെ മോളില്ലേ അമ്മിണി, ഒരു രാത്രിക്ക് സാർ ഒരു പെണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ? ഒരു രാത്രി ആക്കണ്ട സാറേ. ആയിക്കോ ആയിക്കോ. ഓക്കറിത്തരം പറയാതെ ഇറങ്ങി പോടോ. ശോഭിക്കാം സാറേ, ഞാൻ ഇപ്പൊ വിളിക്കാം. നാണിച്ച് നിൽക്കാൻ ഞാൻ അകത്തെ കയറി പാടി. നമ്മുടെ സാറല്ലേ, അവക്ക് ഭയങ്കര നാണം. ഇവിടെ ഒരു രാത്രി ഞാൻ സാറിന് വിട്ടുതരാം. പകരം ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും സാറിന് ഭാര്യയോ മകളോ പെങ്ങളോ ആരെയെങ്കിലും ഒരു രാത്രി എനിക്കും വിട്ടുതരണം. എന്താ? പിന്നെ നീ എന്ത് കരുതാ പൊട്ടി? പോലീസാണെന്ന് കരുതി തുറയിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ ഇവന് തുണി വെച്ചിട്ട് കൊടുക്കണോ? പന കഴിവണ്ട മോനെ. ശിവദാസ, എന്റെ കുടുംബത്തിന് മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്, നാണം കെടുത്തരുത്. ഓഹോ, നാണം എന്ന് പറയുന്ന സാധനം തനിക്ക് ഉണ്ടോ? മറ്റുള്ളവർക്കും കുടുംബം ഉണ്ടെന്ന് താൻ ഓർക്കണം. മേലിൽ ഇത് ആവർത്തിച്ചാണ്ടല്ലോ അരിഞ്ഞുകളയും ഞാൻ. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ശിവദാസ്. അങ്ങേര് അരിഞ്ഞുകളയെന്ന് പറഞ്ഞാൽ അരിഞ്ഞുകളയും. പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതിയുടെ അറിയാലോ. മനോജ്, ഒരു കാര്യത്തിലും നമ്മുടെ സമുദായക്കാർ തമ്മിൽ യോജിക്കില്ല, പരസ്പരം സഹായിക്കില്ല. നിങ്ങളുടെ പത്രം കേരള ഭൂമിയും വ്യത്യസ്തമല്ല. കോട്ടയം പത്രം സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ പൊക്കും. ചീഫ് മിനിസ്റ്ററെ മുതൽ പ്രൈം മിനിസ്റ്ററെ വരെ നോമിനേറ്റ് ചെയ്യുന്നത് അവരല്ലേ? ഇനി അവരുടെ സംഘടന നോക്കൂ, മലയോര കർഷക പാർട്ടി. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് അവർ തന്നെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തമാശ തോന്നും. എന്നാൽ സത്യമതല്ലേ? തെറ്റിപ്പിരിയുന്ന ഈ ബീജങ്ങൾ ഒറ്റയ്ക്ക് കിളിർത്തു വരുമ്പോൾ ഓരോന്നിനും ഓരോ മന്ത്രിയെ കിട്ടുന്നില്ലേ? എണ്ണത്തിൽ അവരുടെ 10 ഇരട്ടിയായ നമ്മൾക്കോ? മനോജ്, ഇപ്പോ ഭരണകക്ഷിയായ ഐക്യജനാധിപത്യക്കാർക്കിടയിൽ ഐക്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ, ഇടതുപക്ഷക്കാർക്കൊരു വാക്ക് ഓവർ ആയിരിക്കും. അവിടെ അനന്തര മുഖ്യമന്ത്രിയാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് അദ്ദേഹം നിന്ന് തരുമോ സ്വാമി? എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ്, ധാരാളം ചെലവുള്ള ഏർപ്പാടാണ്. പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം. സർ, യുവജന കൺവെൻഷനാണ്, വളരെയധികം ചെലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുമല്ലോ. ദാരിദ്ര്യവാസി എടുത്തോളൂ, പോടാ. അകത്ത് പോകാൻ നോക്ക്. എങ്ങോട്ടാ? മാർക്കറ്റിനകത്ത്. മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. വാടാ. നമ്മുടെ ഇടയിൽ തമ്മിത്തല്ല് നാട്ടുകാരുടെ മുമ്പ് വെച്ച് വേണ്ട. വാ, നിന്നെ കണ്ടല്ലടാ. രാവിലെ തുടങ്ങി ഇടപാടാ. വയറ്റിനകത്ത് ഒന്നുമില്ല. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും എടുത്ത് അകത്ത് എറിഞ്ഞു കൊടുക്കട്ടെ. നീ കയറുന്ന എണ്ണ ആൻഡോ, ഇവിടെ വാടാ. ആ കയ്യിലുള്ളതൊക്കെ അവിടെ വെച്ചിട്ട് പോ. കയ്യില്ല. എന്തോന്ന്? എന്റെ ഒന്നും ഇല്ല.
വെച്ചിട്ട് പോടാ. എന്തോന്നിത്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. വെച്ചിട്ട് പോടാ. ആത്മാർത്ഥക്ക് ഇവിടെ ഒരു വിലയില്ല. ഞാൻ 5 പൈസ എടുത്തിട്ട് കാലത്തോട്ട് ഇവിടെ ഇരുന്നതാ. എന്തോന്ന്? അയ്യോ ചതി ചതി! ഇത് ഏതോ സഹാക്കള് പാര വയ്ക്കാൻ വേണ്ടി എന്നെ പറയാൻ കൊണ്ടുവച്ചാ. ഇവിടെ കിടക്കണം. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചൂടെ? ആ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? മോശമില്ല, തുടങ്ങിയല്ലേ ഉള്ളൂ. മാർക്കറ്റ്, ഫുഡ് കോർപ്പറേഷൻ എന്ന് വേണ്ട ITUC-കാരുള്ള ഒരിടത്തും ഞങ്ങളെ കാല് കുത്താൻ സമ്മതിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടി കിട്ടുമായിരുന്നു. ശിവദാസ് വന്നേ. പിരിവിന്റെ കാര്യത്തിൽ ITUC-കാർ ഉടക്കി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ITUC-യുടെ ശക്തിയും പണവും ഇല്ലാതെ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ലൂക്കോസിനെ പോലുള്ളവരുടെ ധാരണ. അത് വെച്ച് MYFയുടെ നിയന്ത്രണം കൂടി അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു. അതിന്റെ വൈരാഗ്യം തീർക്കുകയായിരിക്കും അവര്. ആ മനോജിനെ അറിയില്ലേ? കേരള ഭൂമിയുടെ MD. പിന്നെ ഇത് സ്വാമി. പിന്നെ ITUC-യുടെ സഹായം ഇല്ലെന്ന് കരുതി കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു കുറവും വരുത്തണ്ട. പോരാതെ വരുന്ന പണം അത് എത്രയായിരുന്നാലും മനോജ് തരും. അല്ലേ മനോജ്? അതെ, കേരള ഭൂമിയുടെ പേരിൽ സ്പോൺസർ ചെയ്യാം. ആ നീ എന്താ ആലോചിക്കുന്നേ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ITUC-കാരെ സഹകരിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം അത് സഖാവിന് അറിയാമല്ലോ. ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. മതി. കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ അതും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എടോ, കേരളത്തിലുടനീളം നടക്കുന്ന ബക്കറ്റ് വരവിൽ ITUC സഹകരിക്കുന്നില്ലേ? പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ടൊരു സംഭവം അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത്... ഒന്നും പറയണ്ട. പാർട്ടിയിലെ മേലാളന്മാരിൽ ചിലർ യൂണിയൻ പ്രവർത്തകരോട് കാണിക്കുന്ന ചിറ്റമ നയത്തിൽ പലർക്കും ഗ്രീവൻസ് കാണും. അതായിരിക്കും സേവ്യർ അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്. അതിനവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിരിവെടുക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും സഖാവ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ എങ്കിൽ അത് വിട്ടാക്കി. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നാളെ മത്സ്യത്തൊഴിലാളികളുടെ ലോൺ വിതരണത്തിന് ചെയർമാൻ വരുന്നുണ്ടല്ലോ, ദിവാകരൻ. ഉവ്വ്, അയാളാണെങ്കിൽ സ്വന്തം സമുദായക്കാർക്കും കുടുംബക്കാർക്കും മാത്രമേ ലോൺ അനുവദിക്കുന്നുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് ശക്തിയായിട്ട് തന്നെ നേരിടണം. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. ശരി, ഞാൻ വരാം. നമസ്കാരം സാർ. ആ ഇത് ചുമ്മാതല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എനിക്കെതിരായി സർക്കാരിലേക്ക് പരാതി അയച്ചവരല്ലേ നിങ്ങൾ? ദിവാകരൻ കള്ളനാണ്, തെമ്മാടിയാണ്, അഴിമതിക്കാരനാണെന്ന്. ആ കൂട്ടഹർജിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പിന്നെന്തിന് എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്നു? സാറേ, എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടാ. സഖാവ് ശിവദാസനും കൂട്ടിനും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സഖാവ് ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ്, അവൻ മത്സ്യത്തൊഴിലാളികളെ പറ്റി എന്തറിയാം? അവൻ കടലിൽ പോയിട്ടുണ്ടോ? വള്ളവും വലയും എന്താണെന്ന് അറിയാത്ത ആ സഖാവ് പറയുന്നതാണ് നിങ്ങൾക്ക് കാര്യമെങ്കിൽ അവനോട് തന്നെ പോയി ചോദിക്കാം. അയ്യോ സാറേ, ഞാൻ കൊണ്ടുപോടും. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്. താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല, ഒരു നായർ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്ക്? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഇറങ്ങടാ. ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് 7 കണ്ടത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സൽക്കരിച്ചും തൊട്ട കൊത്തും കുഴിച്ചുപിടി ഞാൻ. ചില നാണംകെട്ട മന്ത്രിമാരുടെയും ഇവനെപ്പോലുള്ള ചില വാലാട്ടി പട്ടികളുടെയും പിൻബലം കൊണ്ട് നിനക്ക് ഈ നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ കോർപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാണോടാ? നിന്റെ തറവാട് തോന്നാടാ? ഇതായാലോ 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. ആ ലോൺ അപേക്ഷയാണിത്. ഇടാ ഒപ്പ്.
നരേന്ദ്രൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്നുവെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ കണ്ണൂണ വർത്തമാനം കൂടി പറഞ്ഞു. ഈടോ തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കില്ല. പിന്നെയുള്ളത് കുറെ ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ ഈ കസേരന്ന് തെറിപ്പിക്കും. ഞങ്ങള് കാരണം സാറിന് ഒരു ദോഷവും വരികയില്ല. വരത്തില്ല. ഏത് അത്യാപത്തിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മുമ്പ് നിന്നിട്ടുണ്ടല്ലോ. സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം സാറേ. ശരി ശരി. സാർ, ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും ബോട്ടിറക്കാൻ നാട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അടിച്ചോടിക്കണോ അവറ്റകളെ? അതിനല്ലേ ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത്. ലാത്തി ചാർജ് അല്ല, വെടിവെച്ചാൽ പോലും അവന്മാർ മാറുമെന്ന് തോന്നുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ സിറ്റുവേഷൻ വെച്ച് ബോട്ടുകാരെ തിരിച്ചയക്കുകയായിരിക്കും നല്ലത്. ശരി ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ. തൊഴിലാളി സമരം ചരിത്രം കേട്ടിട്ടില്ല. ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ. ഇറങ്ങി വരണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി ബോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇറങ്ങി വരണം, ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കാൻ. അരുത് നിങ്ങളെ, അരുത്. ഞാൻ പറയുന്നു കേൾക്ക്. ഈ കാര്യത്തിൽ ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇറങ്ങണം മുതലാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ പരിധിയിൽ നിന്നും വരാം. അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ, ആഴക്കടലിൽ വലയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ. അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ട് ഇറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ട് ഇറക്കുന്നില്ല. എന്താ പോരെ? മത്സ്യത്തൊഴിലാളി ഐക്യം! മത്സ്യത്തൊഴിലാളി ഐക്യം! ശിവദാസ്! നരേന്ദ്രൻ മുതലാളിക്ക് മാത്രമല്ല, ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ. സംഭവത്തെ പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നെങ്കിൽ ശിവദാസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൈയും കാലും തല്ലി ഓടിച്ചാണ്. ഓ, ഇയാളിപ്പോ പൊളുത്തും. എടോ, താൻ കേട്ടിട്ട് പോ. നമുക്ക് നമ്മുടെ ആളുകൾ തന്നെ മതി. അവരെ കൊണ്ട് വേണം കൈകാര്യം ചെയ്യിക്കാൻ. അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ദിവാകരൻ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം. പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ CM ഇപ്പൊ തന്നെ വിളിച്ചു പറയാം, അവനെ കസ്റ്റഡിയിലെടുത്ത് കൈയും കാലും തല്ലിയൊടിക്കാൻ. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാലേ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്നെ കളിപ്പിള്ളയോ? സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ, നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവും ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവനൊരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമുണ്ട്. ഒരുപാട് മസിൽ പിടിക്കല്ലേ. ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ചെയ്യണം. വേണ്ട, സാർ പോയാട്ടെ. ASP ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസൻ എന്നോടൊപ്പം ഉണ്ടാവും. ജീപ്പില്
ഞാൻ പറഞ്ഞില്ലേ വെറുതെ യൂണിഫോമിന്റെ വിലകളായിരുന്നു. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകള്ളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ.